എല്ലാവർക്കും റീബോണ്ട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹോം മെയ്ഡ് അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ പച്ചമാങ്ങേൻ്റെ ഒക്കെ സീസൺ ആണല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണോ നിങ്ങൾ ചെയ്യാറുള്ളതെങ്കിലും ഒന്ന് പറയാനും മറക്കരുതേ. അപ്പോൾ ഇത് വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് കാലങ്ങളോളം നമുക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 10-18 പച്ചമാങ്ങ ഉപ്പൊക്കെ ഇട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ ഞാനിവിടെ റെസ്റ്റ് ടൈം വെച്ച പച്ചമാങ്ങയാണ് കേട്ടോ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതുപോലൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അച്ചാറിടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ നല്ലെണ്ണയാണ്. പക്ഷേ ഇവിടെ ആർക്കും അത്ര ഒരു ഇഷ്ടം അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലെണ്ണ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. ഹോം മെയ്ഡ് പിക്കിളിന് എന്തായാലും അറിയാലോ, കടുക് ഒരു മസ്റ്റായിട്ടുള്ളൊരു സാധനം തന്നെയാണല്ലോ. നമുക്കത് കണ്ടാലാണ് കേട്ടോ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ കടുകിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അതുകൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് കടുക് നല്ലോണം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അറിയാലോ, വീടുകളിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കുറച്ച് കൂടുതൽ തന്നെ ഇതിനകത്ത് അച്ചാറിന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂവാണ്ടമാങ്ങയാണ് കേട്ടോ. നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നത് തോലോട് കൂടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക മാങ്ങ തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. മൂവാണ്ടനൊക്കെ ആകുമ്പം അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പം നല്ലൊരു അടിപൊളി ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ അലുത്ത് പോകുന്ന മാങ്ങയൊക്കെ ആണെങ്കിൽ എല്ലാം കൂടെ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും അലുത്ത് പോകും. അപ്പോൾ നമുക്കറിയാലോ, ആ തൊണ്ടോട് കൂടിയിട്ടുള്ള നല്ല മാങ്ങയാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു കറിവേപ്പിലയും കൂടെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോവാതെ ആ ഒരു കറക്റ്റ് ടൈമിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഇട്ടാൽ അങ്ങോട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയും ചെയ്യാം. ഇനി അതും കൂടെ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി ആ ഒരു കറിവേപ്പിലയെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് സെറ്റായിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്കിതിനകത്തേക്ക് അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അച്ചാർ പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് ഇനി എക്സ്ട്രാ കായോ അല്ലെങ്കിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ചേർക്കേണ്ട, എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈസ്റ്റേണ്ടതാണ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല, എന്നാൽ ജസ്റ്റ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറ്. ചിക്കൻ മസാല ആണെങ്കിലും ശരി, പിക്കിൾ പൗഡർ ആണെങ്കിലും ശരി കേട്ടോ, നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ആ ഒരു 100 ഗ്രാമാണ് ഇതിനകത്തുള്ളത്. അത് നമുക്ക് മൊത്തമായിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് മൊത്തത്തിൽ നമുക്ക് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് കോട്ടിങ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ നമുക്കിത് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു 100 ഗ്രാം ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല ഇതിനകത്തേക്ക്. അപ്പോൾ ഇത് ഇളക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണയും കൂടെ നമുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ, എള്ളെണ്ണയല്ല. അതും കൂടെ ഇതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ, ഞാൻ യൂസ് ചെയ്തത് വെളിച്ചെണ്ണയാണ്. പക്ഷേ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ എള്ളെണ്ണയാണ് കേട്ടോ. അപ്പം അതാണെങ്കിലും മതി, നല്ലത് അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി അതൊക്കെ എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ഒരു അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് വൈറ്റ് വിനാഗറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ആവശ്യത്തിനുള്ളതും കൂടെ ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങയ്ക്കകത്തേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ ഈ ചൂടായിട്ടുള്ള ഈ ഒരു ചട്ടിക്കകത്തേക്ക് മാങ്ങ ഇട്ട് കൊടുക്കരുത് കേട്ടോ. കാരണം അത് മൊത്തം വാടിയിട്ട് മാങ്ങേൻ്റെ ടെക്സ്ചറേ മാറിപ്പോകും. അപ്പോൾ ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പച്ചമാങ്ങേൻ്റെ ആ ഒരു അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒട്ടും വാടി പോവാതെ തന്നെ നമുക്കിത് റെഡിയാക്കി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ഇത് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക വിധത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാം. അപ്പോൾ ഇത് അച്ചാറിന് ഉപ്പ് അറിയാലോ, നല്ലപോലെ മുന്നിട്ട് തന്നെ നിൽക്കണം കേട്ടോ, എന്നാലാണ് കറക്റ്റ് അച്ചാറിന് നല്ലൊരു ടേസ്റ്റും കൂടെ വരുള്ളൂ. അപ്പം ഓൾറെഡി ഞങ്ങളിത് നല്ലപോലെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഈ മാങ്ങ ഏകദേശം 10-18 മാങ്ങയോളം ഉണ്ടായിരുന്നത് ഇത് അരിഞ്ഞ് വെച്ചിട്ട്. അപ്പോൾ അത് നല്ലപോലെ ഉപ്പിട്ട് നമ്മളൊരു 1.5 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തേക്കും ആക്കി നമ്മുടെ അച്ചാർ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ഇപ്പം തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് വിഷുവിനൊക്കെ ആണെങ്കിലും നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിപ്പോൾ വേണമെങ്കിലും കഴിക്കാം, കുറച്ച് നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇങ്ങനെയാണ് ട്രൈ ചെയ്തതെങ്കിൽ നിങ്ങളതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.